ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രന് മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്. രണ്ടാമതായിട്ട് ഞാൻ ഇന്നലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദകുമാറിന്റെ വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ വായിക്കാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സൗത്ത് ഇന്ത്യയിൽ പുതിയ ആളുകളെ ചേർത്തുന്ന മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ എന്നുള്ള ചുമതലയിലിരിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നന്ദകുമാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചുമതല കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ പിറകിൽ നടക്കുന്ന ഒരാളല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഒരാളാണ്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ടല്ല പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 മാധ്യമ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. രാജ്യത്തിന്റെ 5-അംഗ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ, വലിയ നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയും അമിത്ഷാജി ആ യോഗങ്ങളിൽ ആ സമയത്ത് മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ അമിത്ഷാജി പോലും ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കമ്മിറ്റി എന്ന് പറയുന്നത്. സദസ്യത അഭിയാൻ എന്ന് പറയും. അങ്ങനെ പ്രവർത്തിച്ച പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മുന്നിൽ നന്ദകുമാർ പറഞ്ഞത്, എനിക്ക് ഒരു പിടിപാടിന്റെയും ആവശ്യം ഈശ്വരൻ സഹായിച്ചിരുന്നില്ല. മറ്റൊരു കാര്യം നന്ദകുമാർ പറഞ്ഞത്, കുന്നുമ്മൽ സുരേന്ദ്രനും അതുപോലെ തന്നെ BL സന്തോഷും ശോഭാ സുരേന്ദ്രനും ഒക്കെ തമ്മിൽ വളരെ പ്രശ്നത്തിലാണ് എന്നാണ്. എടോ നന്ദകുമാറെ, കുന്നുമ്മൽ സുരേന്ദ്രൻ, K സുരേന്ദ്രനും BL സന്തോഷിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ശരീരത്തിൽ ഒഴുകുന്നത് ഒരേ ചോരയാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ പാർട്ടിക്കകത്ത്, ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറയുള്ള പ്രസ്ഥാനമൊന്നുമല്ല. പാർട്ടിക്കകത്ത് ഞങ്ങൾ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ പിറകിലും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. എന്നാൽ ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇവിടത്തെ ഇതുപോലെയുള്ള മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടല്ലോ, ആ നേതൃത്വം കൊടുക്കുന്നവര് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നിൽക്കുമ്പോൾ, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ എങ്ങനെ വിക്കറ്റ് എടുക്കണം എന്ന് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തന രംഗത്തേക്ക് കയറി വന്നിട്ടുള്ളത്. ഒരു രീതിയിലും ഞങ്ങളെ തകർത്താൻ തളർത്താൻ സാധിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിശകലന യോഗങ്ങൾ നടത്തും. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്റെ പാർട്ടിയിലേക്ക് ഞാൻ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും 10-30 വർഷമായല്ലോ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് എത്രയോ വലിയ വലിയ ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്രയോ ആളുകളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി, ആലപ്പുഴയിലെ തന്നെ തലപ്പൊക്കമുള്ള എത്രയോ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനിത് ഈ യാഥാർത്ഥ്യം ഞാനിപ്പോ തുറന്നു പറഞ്ഞില്ലെങ്കിൽ, ഇത്രയും ഗൂഢാലോചന നടത്താൻ വിദഗ്ധനായിട്ടുള്ള പിണറായി വിജയൻ നാളെ എന്തെങ്കിലും കുൽസിത പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ എടുത്താൽ ഒരു രക്ഷാകവചമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. നന്ദകുമാറിന്റെ ഒരു കഥയും ഇനി ചോദ്യവുമില്ല, ഉത്തരവുമില്ല. അതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, ദല്ലാൾ ആരോപണം ഉന്നയിച്ച രേഖകൾ ഹാജരാക്കണം. ആ രേഖകൾ പരിശോധിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകണം. ശോഭാ സുരേന്ദ്രന് ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള ഭൂമിയല്ലാതെ ഒരു സെന്റ് ഭൂമി പോലും ശോഭാ സുരേന്ദ്രന് വേറെ ഇല്ല. ദല്ലാൾ നന്ദകുമാർ, ദല്ലാൾ എന്നുള്ള വാക്ക് ഇപ്പൊ നിങ്ങൾ സുഹൃത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദകുമാറാണല്ലോ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുകയും ഗോവിന്ദൻ മാഷയുടെ യാത്ര തൃശൂരിൽ വരുന്ന സമയത്ത് രാമനിലയത്തില് ശോഭാ സുരേന്ദ്രന്റെ മുറിയിലേക്ക് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു തലപ്പൊക്കമുള്ള ഒരാൾ വരുമ്പോ അയാളുടെ പെട്ടി പിടിക്കുന്നത് ആരാണ് എന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്ത് ഒരു കാര്യവും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡൽഹിയിൽ ചെന്ന് ലളിത് ഹോട്ടലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേ നന്ദകുമാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് അവിടെ നിന്ന് ഒരു സുപ്രീം കോടതിയുടെ ഒരു വക്കീൽ മുഖാന്തരം
സന്ദേശം കൊടുക്കുന്നത്. ജയരാജൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് തലയും പിടിക്കുക, കണ്ടമാനം കോടികൾ കിട്ടുമോ എന്ന് നോക്കുക. ഈ പരീക്ഷണങ്ങളെ നടത്തുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടക്കട്ടെ, അതവിടെ മുന്നോട്ട് പോട്ടെ. അല്ല, നടത്തിയില്ലല്ലോ. അത് നടത്തിയില്ലല്ലോ. നിങ്ങൾ ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപ കവർന്നെടുക്കുന്നവരുടെ പിറകിൽ നടക്കാനുള്ള തന്റെ ഇടം കാണിക്കണം. ശോഭാ സുരേന്ദ്രന് 8 സെന്റ് ഭൂമി എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സൗകര്യമുള്ളവർക്ക് ഞാനത് വിൽക്കും. പക്ഷേ അഡ്വാൻസ് തന്ന് പണം ബാക്കി തരാത്തവന് ആ ഭൂമി കൊടുക്കാനായിട്ട് ഇത് വെള്ളരിക്കാപട്ടണമല്ല. പിന്നെ ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞു എന്റെ ചേച്ചിയുടെ ഭർത്താവിന് ബോൺ ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടുപേര് തേക്കിൻകാട്ടിൽ നാരായണൻ. അവരുടെ വീട് പാർലിക്കാടിലെ തേക്കിൻകാട്ടിൽ നാരായണൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുകയും ബോൺ ക്യാൻസർ അധികരിച്ചുകൊണ്ട് മരണമടയുകയും ചെയ്തോ ഇല്ലയോ? മാധ്യമ സുഹൃത്തുക്കളൊന്ന് വിളിച്ചു നോക്കുന്നേ. അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അത് തൊടാതെ വിഴുങ്ങി. നിങ്ങൾ ആ വാർത്ത കൊടുത്തല്ലോ. നിങ്ങൾ അന്വേഷിക്കണം. ഒരു സ്ത്രീ ശോഭാ സുരേന്ദ്രൻ 10-30 വർഷമായി കേരളത്തിൽ ഈ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്കെന്താ 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം കിട്ടാനില്ലേ കേരളത്തിൽ? ഞാൻ വളരെ സംശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. എന്റെ കുടുംബത്തെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പൊ ഞാനിവിടെ മാധ്യമപ്രവർത്തകരെ കാണാൻ വന്ന സമയത്ത് എന്റെ മകൻ വേദനയോടുകൂടി വന്നിട്ടുണ്ടല്ലോ. അയാൾ പോവാൻ കൂട്ടാക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ശോഭാ സുരേന്ദ്രന്, ഞാൻ എന്റെ മകനോട് അതാ പറഞ്ഞത്, ഇതൊന്നും ശോഭാ സുരേന്ദ്രൻ ഒരു പുത്തരിയല്ല. അമ്മയെ ഇന്ന് ചിലപ്പോ കാണും, നാളെ ചിലപ്പോ അമ്മയെ ആരെങ്കിലും കൊല ചെയ്തെന്നിരിക്കും. തളരാൻ പാടില്ല. ഇതാണ് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കണ്ട് പിന്മാറുന്ന വിഷയമില്ല. വളരെ സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് ഞാൻ നടത്തിയത്. എന്താ ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ പരാതി കൊടുത്തു. ആ വീഡിയോ ഞാൻ ദർവേസ് സാഹിബിന് കൊടുത്തിട്ടുണ്ട്, കേരളത്തിന്റെ DGPക്ക് കൊടുത്തിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് പരാതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നന്ദകുമാറിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. പക്ഷേ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം, അത് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ദർവേസിനുള്ളതാണ്.